ഒരു ചൈതന്യത്തെ നമ്മൾ കണ്ണ് തുറന്ന് തന്നെ കാണുക. നമസ്കാരം, എൻ്റെ പേര് രമ്യ ദിൻഡ, സർട്ടിഫൈഡ് ടാരോ റീഡർ ആൻഡ് ഏഞ്ചൽ സിംബൽ ഹീലർ ആണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ അമ്പലത്തിൽ പോകാറുണ്ട്, ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട്. നമ്മൾ ഈ അമ്പലത്തിൽ പോകുന്നത് തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടാനും, അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയെ കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കാനും, നമ്മുടെ മനസ്സ് ഒന്ന് ക്ലിയർ ആക്കാനും, സമാധാനം കിട്ടുക എന്നുള്ളൊരു ഇതാണ് നമ്മൾ അമ്പലത്തിൽ പോകുന്നത്. ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ എത്തുമ്പോൾ നമ്മൾ കണ്ണടച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്. പക്ഷെ ഒരിക്കലും അത് ചെയ്യരുത്. ആ ഒരു കാഴ്ചയിലൂടെയാണ് ഭഗവാന്റെ രൂപം, അവിടെ കത്തിജ്വലിച്ച് നിൽക്കുന്ന ദീപങ്ങൾ, അവിടെ അലങ്കരിച്ചിരിക്കുന്ന പുഷ്പങ്ങൾ, ഇവയൊക്കെയും നമ്മൾ ആ ഭഗവാന്റെ രൂപം കാണുമ്പോൾ ആ കാഴ്ചയിലൂടെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആ എനർജി സ്റ്റോർ ചെയ്യുക. നമ്മൾ ഒരിക്കലും അതിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് നമ്മൾ കണ്ണടച്ച് തൊഴുത് നിന്നിട്ട് പിന്നീട് നമ്മൾ എന്താ ചെയ്യുന്നത്, തൊഴുത് നിന്നിട്ട് നമ്മൾ കണ്ണടച്ച് നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് കണ്ണ് തുറന്ന് നമ്മൾ പിന്നീട് പ്രദക്ഷിണം വെക്കും. അടുത്ത ദൈവത്തിനോട് പോയിട്ട് അവിടെയും ചെന്നിട്ട് ഇത് തന്നെയാണ് നമ്മൾ ആവർത്തിക്കുന്നത്. നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ കിട്ടുന്ന ആ അന്തരീക്ഷത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്ന പോസിറ്റീവ് എനർജി, നമ്മൾ മന്ത്രോച്ചാരണങ്ങളിലും അല്ലെങ്കിൽ ആ മണി ശബ്ദം, അവിടെ കേൾക്കുന്ന ഭക്തിഗാനങ്ങൾ, ഇതിലൂടെയൊക്കെ നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ശബ്ദത്തിലൂടെ നമുക്ക് എനർജി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നീട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് ഭഗവാന്റെ ആ ഒരു ദിവ്യ രൂപം കാണുക. അത്രയും പോസിറ്റീവായിട്ടുള്ള ഒരു ശ്രീകോവിലിനുള്ളിലിരിക്കുന്ന ആ ഒരു ചൈതന്യം നമ്മളിലേക്ക് എത്തുക എന്നുള്ളതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ കണ്ണ് തുറന്ന് തന്നെ ഭഗവാനെ അല്ലെങ്കിൽ ഭഗവതിയെ, നമ്മൾ അവിടെ ഇരിക്കുന്ന ആ ഒരു ചൈതന്യത്തെ നമ്മൾ കണ്ണ് തുറന്ന് തന്നെ കാണുക. നമ്മുടെ കാഴ്ചയിലൂടെ നമ്മൾ അതിനെ മനസ്സിലേക്ക് എടുക്കുക, നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുക. ഇനി നിങ്ങൾ അമ്പലത്തിൽ പോയി കണ്ണടച്ച് തൊഴുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കൂ, നിങ്ങൾ കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും ആ ഒരു ചൈതന്യം, നിങ്ങൾ കണ്ടിട്ട് വരുന്ന ആ ഒരു ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നിങ്ങളെ മാറ്റങ്ങൾ വരുത്തും. നമ്മുടെ ഓറയൊക്കെ അപ്പോൾ വളരെ പ്യുവർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നിരന്തരം നിത്യജീവിതത്തിൽ നമ്മൾ അത്രയും അധികം നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ ജീവിതത്തിലെ ചിന്തകളിലൊക്കെ നമ്മൾ ഓരോ ദിവസവും ആകർഷിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവയൊക്കെയും അമ്പല ദർശനത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരം പോസിറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മുടെ ഓറ ശുദ്ധീകരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിലുണ്ടാകുന്ന നെഗറ്റീവ് എനർജി മാറിയിട്ട് അവിടെ പ്യുവർ ആയിട്ടുള്ള ആ ഒരു എനർജി, ആ ഒരു ശക്തി നമുക്ക് നമ്മുടെ ചുറ്റും രൂപപ്പെടും. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ചിന്തകളെയും നമ്മൾ അനുഭവിച്ച സങ്കടങ്ങളും ഒക്കെയും ശുദ്ധീകരിക്കാനായിട്ട് ഈ ഒരു കാഴ്ച അല്ലെങ്കിൽ അമ്പലത്തിലെ കാഴ്ചകൾ, നമ്മുടെ ഈ ഭഗവാന്റെ ആ ഒരു ചൈതന്യം, ഇവയൊക്കെയും നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കും. പിന്നെ വാക്കുകളാൽ നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുക. അതുവഴിയൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും അപ്പുറമാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി.